പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് മർച്ചന്റ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണ. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രയത്നിച്ച പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരത്തിനും മങ്കട എംഎൽഎ മഞ്ഞളാംകുഴി അലിക്കും അസോസിയേഷൻ സ്വീകരണം നൽകി. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൗക്കത്ത് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു ഉദ്ഘാടനം ചെയ്തു. അതിനുവേണ്ടി തുടക്കത്തിലുള്ള ഒന്നാം പിണറായി ഗവൺമെന്റ് ഒരു 100 രൂപ വീതം ടോക്കൺ വെക്കുമായിരുന്നെങ്കിലും രണ്ടാം പിണറായി ഗവൺമെന്റിൽ നിന്നും അതിലെ ആ ബഡ്ജറ്റിനൊന്നും തുക നീക്കിയിരുത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഓരാടപാലം മാനത്ത് ബൈപ്പാസ് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ മിനി മേൽപ്പാലം ഇവിടെ നിർമ്മിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം, അവിടെ മേൽപ്പാലം സാധ്യമല്ല എന്നാണ് മുൻപ് അവിടെ സർവേ നടത്തിയിരുന്ന PWDക്കാരും അതുപോലെ തന്നെ അന്നത്തെ ഭരണകർത്താക്കളും എല്ലാം തന്നെ പറഞ്ഞിരുന്നത്. അവിടെ മേൽപ്പാലത്തിന് വേണ്ടി സമ്മർദ്ദം മർച്ചന്റ് അസോസിയേഷൻ എടുക്കാനുണ്ടായ സാഹചര്യം അവിടെ റീജിയണൽ മാനേജർ അങ്ങാടി പുറത്ത് വന്നപ്പോൾ ഞങ്ങളെല്ലാം ദൃക്സാക്ഷികളായിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ആവശ്യപ്പെട്ടത് അന്ന് ഓരാടപാലം മാനത്ത് മംഗലത്തില് 7 കൊണ്ണി പാലത്തില് ഓവർബ്രിഡ്ജ് അനുവദിക്കണമെന്നായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചത്, ഇതുവരെ സ്ഥലം കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ റോഡായിട്ടില്ല, അവിടത്തേക്ക് മേൽപ്പാലം വേണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമുള്ളത്? ഇപ്പൊ നിലവിലുള്ള ഒരു സ്ഥലത്ത് 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു മിനി മേൽപ്പാലം നിർമ്മിക്കാൻ കഴിയും. അതിന് റെയിൽവേ ഗവൺമെന്റിന്റെ അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് നൽകുകയും ചെയ്യും. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾക്കൊപ്പം വ്യാപാരികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിലും മറ്റ് ഉന്നത പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. മലബാർ സൗഹൃദവേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം നേടിയ മണികണ്ഠൻ കുളത്തൂരിനെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, നഗരസഭ വൈസ് ചെയർമാൻ ഫസൽ മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൗക്കത്ത്, അൽഷിഫ MD ഉണ്ണീൻ, അഡ്വക്കേറ്റ് C മുഹമ്മദ് അലി, അബ്ദുൽ കരീം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് അതങ്ങനെ തന്നെ വരണം, അതിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല, അതങ്ങനെ തന്നെ വരേണ്ടതാണ്. അത് വരുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് വന്ന അന്ന് മുതൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായി നേരിട്ട് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് പെരിന്തൽമണ്ണയിലേക്ക് ആ 10 കോടി കൊണ്ടുവന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനവും പരിശ്രമമുണ്ട്. പിന്നെ ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ബൈപ്പാസ് എന്ന നിലയിൽ ഒരുപാട് കാലമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ല, ഇതിങ്ങനെ മറ്റേ നടക്കുന്നില്ല. 10 കൊല്ലം നമ്മളിങ്ങനെ ഓരോരോ പ്രാവശ്യം മന്ത്രിമാരുടെ അടുത്തും മറ്റുള്ള ആൾക്കാരൊക്കെ അടുത്ത് പോയി കണ്ടു. ഇവിടുന്ന് പ്രധാനപ്പെട്ട എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ, പാലോളി തൊട്ട് ശ്രീരാമകൃഷ്ണൻ വരെ എല്ലാവരും ഉണ്ടല്ലോ, അവരൊക്കെ പോയി ശശിയൊക്കെ പോയി കണ്ടിട്ടൊന്നും ആയില്ല. കാരണം അതാണ് ബഡ്ജറ്റ് 250 കോടി, അത് ഉയർന്ന 400 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് വളരെ വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നയനങ്ങളുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പൈസ ഇല്ലാത്തിട്ടും നമ്മളുടെ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ UDF സർക്കാർ ഇപ്പോൾ ഈ ഫണ്ട് വെച്ചിട്ടുള്ളത്. അത് പൂർത്തീകരിച്ചിട്ട് തന്നെ ഞങ്ങൾ അടങ്ങിയിരിക്കുള്ളൂ എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയുന്നത്. CCN പെരിന്തൽമണ്ണ.